ഹായ് ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യുമേറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കുന്നത് 3ാം ക്ലാസ്സിലെ മാത്സിലെ 1ാമത്തെ യൂണിറ്റാണ്. ഇംഗ്ലീഷ് മീഡിയം മക്കൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഇത്. 1ാമത്തെ യൂണിറ്റിൻ്റെ പേര് ലെറ്റ്സ് ഡ്രോ എന്നാണ്. ഇതിൽ നമ്മൾ ഷേപ്സിനെ കുറിച്ചും അതുപോലെ ഷേപ്സ് വരയ്ക്കുന്നതിനെ കുറിച്ചും ഒക്കെയാണ് കേട്ടോ പഠിക്കാനായിട്ട് പോകുന്നത്. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേ ആയി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൂടെ വീഡിയോയുടെ ലിങ്കുകൾ ഷെയർ ചെയ്ത് കൊടുക്കണേ. നിങ്ങൾക്ക് വേണ്ട വീഡിയോസ് എല്ലാം STD3 2024 എന്നുള്ള പ്ലേലിസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. വെൽക്കം ഫെസ്റ്റ്. അനു ആൻഡ് സുബി ആർ ഇൻ ക്ലാസ് 3. അനുവും സുബിയും 3ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ദെയർ സ്കൂൾ ഈസ് ഡെക്കറേറ്റഡ് ഫോർ ദ വെൽക്കം ഫെസ്റ്റ്. അവരുടെ സ്കൂള് പ്രവേശനോത്സവത്തിന് വേണ്ടിയിട്ട് അലങ്കരിച്ചിട്ടുണ്ട്, ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. കളർ ദ ഫെസ്റ്റൂൺസ് ആൻഡ് മേക്ക് ദ പിക്ചർ പ്രിറ്റിയർ. ഇവിടെ ഒരുപാട് ഫെസ്റ്റൂൺസ്, തോരണങ്ങൾ തൂക്കിയിട്ടിരിക്കുന്നത് കാണുന്നില്ലേ? അതിന് ചിലതിനൊക്കെ കളർ കൊടുത്തിട്ടുണ്ട്, ബാക്കിയുള്ളതിന് നിറം കൊടുത്ത് ഭംഗിയാക്കി നോക്കൂ. കളർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ട്രയാങ്കിൾസിന് ഗ്രീനും റെക്റ്റാങ്കിൾസിന് ബ്ലൂവും സർക്കിൾസിന് റെഡും കൊടുക്കുക. ഇനി അതിന് താഴെയുള്ള ഒരു ആക്ടിവിറ്റി നോക്കൂ. കൗണ്ട് ദ നമ്പർ ഓഫ് ഈച്ച് ഷേപ്പ് ഇൻ ദ ഫെസ്റ്റൂൺസ്. ഇവിടെയുള്ള ഫെസ്റ്റൂൺസിൽ നമുക്ക് 3 ഷേപ്സ് തന്നിട്ടുണ്ട്. ആ 3 ഷേപ്സും എത്ര എണ്ണം വീതമുണ്ടെന്ന് കൗണ്ട് ചെയ്യുക. എണ്ണി നോക്കിയിട്ട് താഴെ എഴുതുക. ആദ്യത്തെ ഷേപ്പ് നോക്കൂ. ഈ ഷേപ്പിന് നമ്മൾ എന്താ പറയുക? ഈ ഷേപ്പിന് നമ്മൾ റെക്റ്റാങ്കിൾ എന്നാണ് പറയുക. ഇതിൽ എത്ര റെക്റ്റാങ്കിൾസ് ഉണ്ട്? ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കിക്കേ. കൗണ്ട് ചെയ്യുമ്പോൾ നമുക്ക് 10 എന്നാണ് കിട്ടുന്നത്. ഇനി രണ്ടാമതായുള്ള ഈ ഗ്രീൻ ഷേപ്പ് നോക്കൂ. അതിന് നമ്മൾ പറയുന്ന പേരെന്താണ്? ട്രയാങ്കിൾ എന്നാണ്. ഈ ഫെസ്റ്റൂൺസിൽ എത്ര ട്രയാങ്കിൾസ് ഉണ്ടെന്ന് എണ്ണി നോക്കിക്കേ. എണ്ണി നോക്കുമ്പോൾ 29 ട്രയാങ്കിൾസ് ഉണ്ടെന്ന് നമുക്ക് കണ്ടെത്താനാവും. ഇനി മൂന്നാമതായുള്ള ഈ റെഡ് ഷേപ്പ് നോക്കൂ. അതിന് നമ്മൾ സർക്കിൾ എന്നാണ് പറയുക. ഫെസ്റ്റൂൺസിൽ എത്ര സർക്കിൾസ് ഉണ്ടെന്ന് കൗണ്ട് ചെയ്യുമ്പോൾ 19 സർക്കിൾസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. Can you draw? See the picture made with circles. Can you color it? നമുക്കിവിടെ താഴെ സർക്കിൾസ് ഉപയോഗിച്ച് ഒരു പിക്ചർ തന്നിട്ടുണ്ട്. ആ പിക്ചറിന് നല്ല നിറം കൊടുത്ത് ഭംഗിയാക്കി നോക്കിക്കേ. Draw another picture using circles. ഇവിടെ തന്നിട്ടുള്ള ഈ ബോക്സിൽ സർക്കിൾസ് വെച്ചിട്ട് മറ്റൊരു പിക്ചർ കൂടെ വരച്ചു നോക്കൂ. സർക്കിൾസ് വെച്ച് ഞാൻ വരച്ച ചിത്രം നോക്കിക്കേ. ഇഷ്ടമായോ മക്കൾക്ക്? ഗ്രീറ്റിംഗ് കാർഡ്. വിധു ഈസ് എ ന്യൂ സ്റ്റുഡൻറ് ദിസ് ഇയർ. വിധു ഈ വർഷം സ്കൂളിലെത്തിയ പുതിയ വിദ്യാർത്ഥിയാണ്. ദ അതർ വാണ്ട് ടു മേക്ക് ഹിം എ ഗ്രീറ്റിംഗ് കാർഡ്. പുതിയ കുട്ടിയായതുകൊണ്ട് തന്നെ അവൻ്റെ കൂട്ടുകാരെല്ലാവരും കൂടെ അവനൊരു ഗ്രീറ്റിംഗ് കാർഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് റെഡിയായി. സുബി ആൻഡ് അതേഴ്സ് ആർ ഡ്രോയിങ് പിക്ചേഴ്സ് ആൻഡ് സ്റ്റിക്കിംഗ് ഡോട്ട്സ് ടു മേക്ക് ഇറ്റ് പ്രിറ്റി. സുബിയും കൂട്ടുകാരും എന്താ ചെയ്യുന്നത്? ഗ്രീറ്റിംഗ് കാർഡിൽ പൊട്ടുകൾ കൊണ്ട് അലങ്കരിക്കുകയാണ് ചെയ്യുന്നത്. ക്യാൻ യു ഹെൽപ്പ്? നോക്കിക്കേ, ഇവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട് ഗ്രീറ്റിംഗ് കാർഡിൻ്റെ. വെൽക്കം ടു വിധു എന്ന് എഴുതിയിട്ടുണ്ട്. പക്ഷേ ഈ ഗ്രീറ്റിംഗ് കാർഡ് കംപ്ലീറ്റ് ആയിട്ടില്ല അല്ലേ? നോക്കി, ഒരു പൊട്ട് മാത്രമേ ഒട്ടിച്ചിട്ടുള്ളൂ. ഇത് കംപ്ലീറ്റ് ആക്കി കൊടുക്കണം. There is one dot in the picture. How many more of the same size can you fix around it? ഇവിടെ ഒരു പൊട്ടേ ഒട്ടിച്ചിട്ടുള്ളൂ. ഇതുപോലെ ഇതേ വലുപ്പമുള്ള എത്ര പൊട്ടുകൾ ഇതിനു ചുറ്റും ഒട്ടിക്കാം? What is I guessed? നമ്മൾ എന്താണ് ഊഹിച്ചത് എന്ന് അവിടെ എഴുതി കൊടുക്കുക. എനിക്ക് തോന്നുന്നു ഒരു 6 ഡോട്ട്സ് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാൻ പറ്റും. എന്നിട്ട് ഹൗ മെനി ഡോട്ട്സ് കുഡ് ഐ ആക്ച്വലി ഫിക്സ്? എത്ര എണ്ണം ശരിക്കും ഒട്ടിക്കാൻ പറ്റി എന്നുള്ളത് താഴെ എഴുതണേ. ഷേപ്സ് ഇൻ എ ബോട്ട്. വിധു ലൈക്ക് ദ കാർഡ്. ഹി ഗേവ് ദം എ പേപ്പർ ബോട്ട് ഹി മെയ്ഡ്. വിധുവിന് അവരെല്ലാവരും ഉണ്ടാക്കിയ ഗ്രീറ്റിംഗ് കാർഡ് ഒരുപാട് ഇഷ്ടമായി. അതുകൊണ്ട് അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു പേപ്പർ ബോട്ട് അവർക്ക് കൊടുത്തു. അൺഫോൾഡ് ദ ബോട്ട്. മടക്കിയ ബോട്ട് അൺഫോൾഡ് ചെയ്തു, നിവർത്തി നോക്കി. വാട്ട് ഷേപ്സ് ഡു യു സീ? നിങ്ങൾക്കതിൽ എന്തൊക്കെ ഷേപ്സ് കാണാം? നമുക്കതിൽ ട്രയാങ്കിൾസും കാണാം, അതുപോലെ റെക്റ്റാങ്കിൾസും കാണാം. റൈറ്റ് ദ നമ്പർ ഓഫ് ഈച്ച് ഇൻ ദ ടേബിൾ. നോക്കിക്കേ, താഴെ തന്നിട്ടുള്ള നിവർത്തി അൺഫോൾഡ് ചെയ്ത ശേഷം അതിൽ എത്ര റെക്റ്റാങ്കിൾസ് ഉണ്ട്, എത്ര ട്രയാങ്കിൾസ് ഉണ്ടെന്ന് താഴെയുള്ള ടേബിളിൽ എഴുതി കൊടുക്കണം. ആദ്യം റെക്റ്റാങ്കിൾ. എത്ര റെക്റ്റാങ്കിൾ ഉണ്ട്? എണ്ണി നോക്കുമ്പോൾ നമുക്ക് 4 എന്ന് കിട്ടുന്നുണ്ട്. ഇനി രണ്ടാമതായി ട്രയാങ്കിൾ. എത്ര ട്രയാങ്കിൾസ് ഉണ്ട്? കൗണ്ട് ചെയ്യുമ്പോൾ നമുക്ക് 10 എന്നാണ് കിട്ടുന്നത്. അനു അൺഫോൾഡഡ് ദ ബോട്ട് ആൻഡ് കട്ട് അലോങ് ദ ഫോൾഡ്സ്. സീ ഹൗ ഷീ പേസ്റ്റഡ് ദ ഷേപ്സ് ഇൻ ഹർ നോട്ട്ബുക്ക്. അനു എന്ത് ചെയ്തു? ആ ബോട്ട് അൺഫോൾഡ് ചെയ്തിട്ട് അതിൻ്റെ മടക്കുകളിലൂടെ എല്ലാം കട്ട് ചെയ്തിട്ട്
ഈ ഷേപ്സ് എല്ലാം വേറെ വേറെയാക്കി. അതായത് അനുവിന് കുറച്ച് ട്രയാങ്കിൾസും കുറച്ച് റെക്റ്റാങ്കിൾസും എല്ലാം വേറെ വേറെ കിട്ടിയെന്നർത്ഥം. ശേഷം എന്ത് ചെയ്തു, ഈ പേപ്പർ കട്ടിങ്സ് എല്ലാം വേറെ വേറെയാക്കിയിട്ട് മറ്റു രൂപങ്ങൾ ഉണ്ടാക്കി നോക്കി. അതുപോലെ ഉണ്ടാക്കിയ രൂപങ്ങളാണ് ഇത്. ലൈക്ക് ദിസ്, പേസ്റ്റ് ദീസ് ഇൻ ഡിഫറെൻറ്റ് വേസ് ആൻഡ് മേക്ക് മോർ പിക്ചേഴ്സ്. അനു ഉണ്ടാക്കിയതുപോലെ തന്നെ നിങ്ങളും ഇതുപോലെ ഒരു ബോട്ട് ഉണ്ടാക്കി അത് അൺഫോൾഡ് ചെയ്ത് ആ മടക്കുകളിലൂടെ കട്ട് ചെയ്ത് മറ്റു ഷേപ്പുകൾ ഉണ്ടാക്കി നോക്കൂ. ലെറ്റ്സ് മേക്ക് ഷേപ്സ്. കട്ട് ഔട്ട് എ റെക്റ്റാങ്കിൾ. ഒരു റെക്റ്റാങ്കിൾ നിങ്ങൾ പേപ്പറിൽ വെട്ടിയെടുക്കുക. കട്ട് ഇറ്റ് ഇൻ ടു 2 pieces ആസ് ഇൻ ദ പിക്ചർ. എന്നിട്ടോ അതിന് നടുവിലൂടെ ഇങ്ങനെ ഒരു വര വരച്ച് 2 പീസസ് ആക്കി മാറ്റുക. ജോയിൻ ദ പീസസ് ഇൻ ഡിഫറെൻറ്റ് വേസ്. വാട്ട് ഷേപ്സ് ക്യാൻ യു മേക്ക്? ഈ പീസിനെ 2 പീസിന് എന്ത് ചെയ്യുക, പല രീതിയിൽ വെച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് മറ്റെന്തൊക്കെ ഷേപ്സ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കൂ. ലെറ്റ്സ് മേക്ക് ഷേപ്സ്. Anu and friends are making rectangles and triangles with ഈർക്കിൽ bits. അനുവും കൂട്ടുകാരും കുറച്ച് ഈർക്കിളുകൾ എടുത്തിട്ട് അതുകൊണ്ട് റെക്റ്റാങ്കിൾസും ട്രയാങ്കിൾസും ഒക്കെ ഉണ്ടാക്കുകയാണ്. യൂസ് 24 ഈർക്കിൽ bits of the same length to make rectangles and triangles. നിങ്ങളും ഇതുപോലെ 24 ഈർക്കിൾ കഷ്ണങ്ങൾ എടുത്തിട്ട് അതുകൊണ്ട് ഒരേ വലുപ്പമുള്ള റെക്റ്റാങ്കിൾസും ട്രയാങ്കിൾസും ഉണ്ടാക്കി നോക്കൂ. റൈറ്റ് ദെയർ നമ്പേഴ്സ് ഇൻ ദ ടേബിൾ ബിലോ. നിങ്ങൾക്ക് എത്ര റെക്റ്റാങ്കിളും എത്ര ട്രയാങ്കിളും ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്ന് എന്ത് ചെയ്യുക, ഈ ടേബിളിൽ എഴുതി കൊടുക്കുക. ആകെ 24 ഈർക്കിളുള്ളൂ കേട്ടോ, അത് മറക്കരുതേ. ആദ്യം നമുക്ക് ട്രയാങ്കിൾസ് ഉണ്ടാക്കാം. ഒരു ട്രയാങ്കിൾ ഉണ്ടാക്കണമെങ്കിൽ ഇതുപോലെ 3 ഈർക്കിൾ കഷ്ണങ്ങളാണ് വേണ്ടത്. അങ്ങനെയെങ്കിൽ 24 ഈർക്കിൾ കഷ്ണങ്ങൾ കൊണ്ട് നമുക്ക് എത്ര ട്രയാങ്കിൾസ് ഉണ്ടാക്കാം? ഒരു ട്രയാങ്കിളിന് 3 ഈർക്കിൽ ബിറ്റ്സ് വേണം. 2 ട്രയാങ്കിൾസിന് 6 ഈർക്കിൽ ബിറ്റ്സ്, 3 ട്രയാങ്കിൾസിന് 9 ഈർക്കിൽ ബിറ്റ്സ്, 4 ട്രയാങ്കിൾസിന് 12 ഈർക്കിൽ ബിറ്റ്സ്, 5 ട്രയാങ്കിൾസിന് 15 ഈർക്കിൽ ബിറ്റ്സ്, 6 ട്രയാങ്കിൾസിന് 18 ഈർക്കിൽ ബിറ്റ്സ്, 7 ട്രയാങ്കിൾസിന് 21 ഈർക്കിൽ ബിറ്റ്സ്. അങ്ങനെ 8 ട്രയാങ്കിൾസ് ആകുമ്പോൾ നമുക്ക് ഈ 24 ഈർക്കിൽ ബിറ്റ്സും കഴിയും. അപ്പോൾ എത്ര ട്രയാങ്കിൾസ് ആകെ ഉണ്ടാക്കാം? 8 ട്രയാങ്കിൾസ് ആണ് ഉണ്ടാക്കുന്നത്. അടുത്തതായി റെക്റ്റാങ്കിൾസ്. ഒരു റെക്റ്റാങ്കിൾ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് എത്ര ഈർക്കിൽ ബിറ്റ്സ് വേണം? നമുക്ക് 4 ഈർക്കിൽ ബിറ്റ്സ് വേണം. 4 ഈർക്കിലുകൾ വെച്ചാലേ ഒരു റെക്റ്റാങ്കിൾ ഉണ്ടാക്കാനായിട്ട് കഴിയുള്ളൂ. അതുപോലെ 2 റെക്റ്റാങ്കിൾസ് ആകുമ്പോൾ നമ്മൾ 8 ഈർക്കിൽ ബിറ്റ്സ് യൂസ് ചെയ്യും. 3 റെക്റ്റാങ്കിൾസ് ആകുമ്പോൾ 12 ഈർക്കിൽ ബിറ്റ്സ് യൂസ് ചെയ്യും. 4 റെക്റ്റാങ്കിൾസ് ആകുമ്പോൾ 16 ഈർക്കിൽ ബിറ്റ്സ് യൂസ് ചെയ്യും. 5 റെക്റ്റാങ്കിൾസ് ആകുമ്പോൾ 20 ഈർക്കിൽ ബിറ്റ്സ് യൂസ് ചെയ്യും. 6 റെക്റ്റാങ്കിൾസ് ആകുമ്പോൾ 24 ഈർക്കിൽ ബിറ്റ്സ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് എത്ര റെക്റ്റാങ്കിൾസ് ഉണ്ടാക്കാം? 6 റെക്റ്റാങ്കിൾസ് ഉണ്ടാക്കാവുന്നതാണ്. ഡ്രോ എ ട്രയാങ്കിൾ ആൻഡ് എ റെക്റ്റാങ്കിൾ ഹിയർ. ആദ്യത്തെ ബോക്സിൽ ഒരു റെക്റ്റാങ്കിൾ വരച്ചു കൊടുക്കണം. രണ്ടാമത്തെ ബോക്സിൽ ഒരു ട്രയാങ്കിൾ വരച്ചു കൊടുക്കണം. ഹൗ മെനി ഈർക്കിൽ ബിറ്റ്സ് ഡിഡ് യു യൂസ് ടു മേക്ക് എ റെക്റ്റാങ്കിൾ? ഒരു റെക്റ്റാങ്കിൾ ഉണ്ടാക്കാൻ നിങ്ങൾ എത്ര ഈർക്കിൽ ബിറ്റ്സ് യൂസ് ചെയ്തു? 4 ഈർക്കിൽ ബിറ്റ്സ് ആണ് യൂസ് ചെയ്തത്. ആൻഡ് ഹൗ മെനി ഫോർ എ ട്രയാങ്കിൾ? ഒരു ട്രയാങ്കിൾ ഉണ്ടാക്കാനോ? ഒരു ട്രയാങ്കിളിന് നമ്മൾ 3 ഈർക്കിൽ ബിറ്റ്സ് ആണ് യൂസ് ചെയ്തത്. പിക്ചേഴ്സ് ഇൻ ടൈൽസ്. ടൈലിലെ ചിത്രങ്ങൾ. ദ ഗ്രാമപഞ്ചായത്ത് ഹാസ് മെയ്ഡ് എ സ്മാർട്ട് ക്ലാസ് റൂം ഫോർ ദ സ്കൂൾ. ഗ്രാമപഞ്ചായത്ത് സ്കൂളിലൊരു സ്മാർട്ട് ക്ലാസ് റൂം നിർമ്മിച്ചു. ആൻഡ് ദ ഫ്ലോർ ഈസ് ടൈൽഡ്. അതിൻ്റെ നിലം എന്ത് ചെയ്തു? ടൈല് ചെയ്തു. ഇസ്ൻറ്റ് ഇറ്റ് നൈസ്? നന്നായിട്ടില്ലേ? നോക്കിക്കേ, അവർ ടൈല് ചെയ്ത് ടൈല് നോക്കിക്കേ, നന്നായിട്ടില്ലേ? സീ ദ ടൈൽ ഡിസൈൻസ് ദ ചിൽഡ്രൻ ഹാവ് ഡ്രോൺ. കുട്ടികൾ വരച്ച ടൈൽ ഡിസൈൻസ് നോക്കൂ. ആദ്യത്തേത് അനു വരച്ചതാണ്, രണ്ടാമത്തേത് വിധു വരച്ചതാണ്, മൂന്നാമത്തേത് സുബി വരച്ചതാണ്. അവർ ടൈൽസ് വരച്ചിട്ട് എന്ത് ചെയ്തു? പല രീതിയിൽ പല പാറ്റേൺസിലായിട്ടാണ് നിറം കൊടുത്ത് മനോഹരമാക്കിയിട്ടുള്ളത്. മേക്ക് എ ടൈൽ ഡിസൈൻ ബൈ ജോയിനിങ് ദ ഡോട്ട്സ് ബിലോ ആൻഡ് കളർ ഇറ്റ്. അവർ ചെയ്തതുപോലെ നിങ്ങളും ഇവിടെ താഴെ തന്നിട്ടുള്ള ഡോട്ട്സ് ജോയിൻ ചെയ്തിട്ട് പല രീതിയിൽ ജോയിൻ ചെയ്തിട്ട് കളർ കൊടുത്ത് നോക്കൂ. തിങ്ക് ഇൻ വാട്ട് ഡിഫറെൻറ്റ് വേസ് യു ക്യാൻ ജോയിൻ ദ ഡോട്ട്സ്. ഏതൊക്കെ രീതിയിൽ നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റുമെന്ന് ഒന്ന് ആലോചിച്ച് നോക്കണേ. വാട്ട് ഷേപ്സ് ഡു യു ഗെറ്റ് ബൈ കട്ടിങ് അലോങ് ദ ഡോട്ടഡ് ലൈൻസ്. താഴെ തന്നിട്ടുള്ള ട്രയാങ്കിളിനും റെക്റ്റാങ്കിളിനും എല്ലാം നമ്മൾ ഒരു നടുവിലൂടെ ഡോട്ട്സിലോട്ട് കട്ട് ചെയ്ത് ഡോട്ട്സ് ഇട്ടിട്ട് കണ്ടോ നിങ്ങൾ? ആ ഡോട്ട്സിലൂടെ കട്ട് ചെയ്താൽ നമുക്ക് ഏതൊക്കെ ഷേപ്സ് ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് ചോദിക്കുന്നത്. എ ഒരു റെക്റ്റാങ്കിളാണ്, അതിന് നടുവിലൂടെ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്തുണ്ടാക്കാം? നമുക്കൊരു ട്രയാങ്കിൾ ഉണ്ടാക്കാം. അടുത്തതായിട്ട് മറ്റൊരു റെക്റ്റാങ്കിളാണ്, അതിന് നടുവിലൂടെ ചെയ്യുമ്പോൾ നമുക്ക് 2 റെക്റ്റാങ്കിൾസ് ആയിട്ട് കിട്ടുന്നുണ്ട്. ഇനി മൂന്നാമത്തെ ഷേപ്പിലൂടെ നടുവിലൂടെ കട്ട് ചെയ്യുമ്പോഴോ? അപ്പോഴും നമുക്ക് 2 റെക്റ്റാങ്കിളാണ് കിട്ടുന്നത്. നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കൂ.
ഡ്രോ എ സിംഗിൾ ലൈൻ ടു ഡിവൈഡ് ഈച്ച് പിക്ചർ ബിലോ ഇൻ ടു 2 ട്രയാങ്കിൾസ്. താഴെ നമുക്ക് 5 പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. അതിനെ എങ്ങനെയെങ്കിലും കട്ട് ചെയ്ത് 2 ട്രയാങ്കിൾസ് ആക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫോർ വിച്ച് ഫിഗേഴ്സ് കാണ്ട് യു ഡു ദിസ്? ഇതിൽ ഏതൊക്കെ ചിത്രത്തിന് നിങ്ങൾക്ക് അങ്ങനെ ട്രയാങ്കിൾ ആക്കാൻ കഴിയുന്നില്ല? ടിക്ക് ദോസ് യു കാണ്ട്. നിങ്ങൾക്ക് ട്രയാങ്കിൾസ് ആക്കാൻ കഴിയാത്ത പിക്ചറിനെ നമ്പറിനെ എന്ത് ചെയ്യുക, അവിടെ ടിക്ക് ഇട്ട് കൊടുക്കണേ. ആദ്യം ചിത്രം എ നോക്കൂ. ചിത്രം എയെ നമുക്ക് ഇതുപോലെ കട്ട് ചെയ്ത് 2 ട്രയാങ്കിൾ ആക്കാൻ പറ്റുന്നുണ്ട് അല്ലേ? പിക്ചർ ബിയെയും നമുക്ക് കട്ട് ചെയ്ത് 2 ട്രയാങ്കിൾ ആക്കാം. സിയെയും നമുക്ക് കട്ട് ചെയ്ത് 2 ട്രയാങ്കിൾ ആക്കാം. പിക്ചർ ഡി നോക്കൂ, നമുക്ക് കട്ട് ചെയ്ത് 2 ട്രയാങ്കിൾസ് ആക്കാൻ പറ്റുന്നില്ല. ചിത്രം ഇ ഒരു സർക്കിളാണ്. സർക്കിളിനെയും നമുക്ക് കട്ട് ചെയ്ത് 2 ട്രയാങ്കിൾസ് ആക്കി മാറ്റാനായിട്ട് പറ്റുന്നില്ല. വാട്ട് കം നെക്സ്റ്റ്? അടുത്തത് എന്തു വരും? ഡ്രോ വാട്ട് കംസ് നെക്സ്റ്റ് ഇൻ ഈച്ച് ഓഫ് ദ പാറ്റേൺസ് ബിലോ. നമുക്ക് താഴെ 2 പാറ്റേണുകൾ തന്നിട്ടുണ്ട്. ആ പാറ്റേണുകളിൽ അടുത്തത് എന്തായിരിക്കും വരിക എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ആദ്യത്തേത് നോക്കൂ. ആദ്യം ഒരു റെക്റ്റാങ്കിൾ വരച്ച് അതിൻ്റെ ഒരു അറ്റത്തായിട്ട് ട്രയാങ്കിൾ ഉണ്ട്. ആ ട്രയാങ്കിളിൻ്റെ പൊസിഷൻ ഇങ്ങനെ മാറി മാറി വരുന്നുണ്ട് അല്ലേ? ആദ്യം ഈ അറ്റത്താണ്, രണ്ടാമത് ഈ അറ്റത്താണ്, മൂന്നാമതായി ഈ അറ്റത്താണ്. എങ്കിൽ അടുത്ത പിക്ചർ എങ്ങനെ വരും? ദാ ഒരു റെക്റ്റാങ്കിൾ വരച്ച് അതിൻ്റെ ഈ അറ്റത്തായിട്ടായിരിക്കും ട്രയാങ്കിൾ വരുന്നത്. ഇനി രണ്ടാമത്തെ പാറ്റേൺ നോക്കിക്കേ. ഒരു ട്രയാങ്കിൾ ഉണ്ട്, അതിനുള്ളിലായിട്ട് സർക്കിൾസ് പൊസിഷൻ മാറി മാറി വരുന്നുണ്ട്. ആദ്യത്തേതിൽ പൊസിഷൻ ഇവിടെയാണ്, രണ്ടാമത്തേതിൽ സർക്കിളിൻ്റെ പൊസിഷൻ ഇവിടെയാണ്, മൂന്നാമത്തേതിൽ സർക്കിളിൻ്റെ പൊസിഷൻ ഇവിടെയാണ്. എങ്കിൽ നാലാമത്തെ പിക്ചറിൽ എവിടെയായിരിക്കും? ദാ ഇവിടെയായിരിക്കും. ക്യാൻ യു ഡ്രോ മോർ പാറ്റേൺസ് ലൈക്ക് ദിസ്? ഇതുപോലെ നിങ്ങൾക്ക് കൂടുതൽ പാറ്റേൺസ് വരയ്ക്കാൻ പറ്റുമോ? നോക്കിക്കേ, ഞാൻ ആദ്യം സർക്കിൾസ് വെച്ചിട്ടൊരു പാറ്റേൺ വരച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് റെക്റ്റാങ്കിളും ട്രയാങ്കിളും സർക്കിളും വെച്ചിട്ട് മറ്റൊരു പാറ്റേൺ വരച്ചിട്ടുണ്ട്. ഇതുപോലെ കൂടുതൽ പാറ്റേൺസ് ഉണ്ടെങ്കിൽ നിങ്ങൾ വരച്ച് ചേർത്ത് കൊടുക്കണേ. ഷേപ്സ് അറൗണ്ട് അസ്, നമുക്ക് ചുറ്റുമുള്ള ഷേപ്പുകൾ. സീ ദ പിക്ചർ. ഡു യു സീ എനി ഫെമിലിയർ ഷേപ്സ്? റൈറ്റ് ദം ഡൗൺ. താഴെ തന്നിട്ടുള്ള ചിത്രത്തിൽ നിങ്ങൾക്കറിയാവുന്ന ഷേപ്സ് ഏതൊക്കെയാണ്? എഴുതി നോക്കിക്കേ. സർക്കിളുണ്ട്, ട്രയാങ്കിളുണ്ട്, റെക്റ്റാങ്കിളുണ്ട്. ഡു യു സീ എനി സച്ച് ഷേപ്സ് ഇൻ ആൻഡ് അറൗണ്ട് യുവർ സ്കൂൾ? റൈറ്റ് ദം ഇൻ ദ ടേബിൾ ബിലോ. അതായത് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഷേപ്സ് നിങ്ങളുടെ ചുറ്റുപാടിലും സ്കൂളുകളിലും വീട്ടിലൊക്കെ ആയിട്ട് എവിടെയൊക്കെയാണ് ഉള്ളത് എന്ന് കണ്ടെത്തി താഴെ എഴുതുക. റെക്റ്റാങ്കിൾ ഷേപ്പിൽ നമുക്ക് എന്തൊക്കെ കാണാം? ബുക്സ് കാണാം, ടേബിൾ കാണാം, ഷെൽഫ് കാണാം, ബോർഡ് കാണാം. ഇത്തരത്തിൽ ഒരുപാട് വസ്തുക്കൾ, ഒബ്ജക്ട്സ് എന്താണ് റെക്റ്റാങ്കിൾ ഷേപ്പിലാണ് ഉള്ളത്. ഇനി ട്രയാങ്കിൾ ഷേപ്പിലോ? ട്രയാങ്കിൾ ഷേപ്പിൽ ഐസ്ക്രീംസ് ഉണ്ട്, ബർത്ത്ഡേ ക്യാപ്സ് ഉണ്ട്, ചീസ് ഉണ്ട്. ഇതെല്ലാം ട്രയാങ്കിൾ ഷേപ്സിലാണ്. ഇനി സർക്കിൾ ഷേപ്പിലോ? സർക്കിൾ ഷേപ്സിൽ പ്ലേറ്റ്സ് നമുക്ക് സർക്കിളാണ്. അതുപോലെ നിങ്ങളുടെ ബാംഗിൾസ്, വളകൾ സർക്കിളാണ്. നമ്മൾ രാത്രി ആകാശത്ത് കാണുന്ന മൂണ്, ചന്ദ്രൻ സർക്കിൾ ഷേപ്പല്ലേ? അപ്പോൾ ഇതെല്ലാം സർക്കിൾ ഷേപ്പാണ്. വുഡൻ ഷേപ്സ്, മരം കൊണ്ടുള്ള ഷേപ്സ്. അനു ആൻഡ് ഫ്രണ്ട്സ് ആർ മേക്കിംഗ് ഷേപ്സ് വിത്ത് വുഡൻ ബ്ലോക്സ്. അനുവും കൂട്ടുകാരും കുറച്ച് മരക്കട്ടകൾ കൊണ്ട്, വുഡിൻ്റെ പീസസ് കൊണ്ട്, ബ്ലോക്സ് കൊണ്ട് ഏതാനും ഷേപ്സ് ഉണ്ടാക്കുകയാണ്. യു ക്യാൻ ഓൾസോ പ്ലേ സച്ച് ഗെയിംസ്. ഹു മെയ്ഡ് ദ ഹയസ്റ്റ് സ്റ്റാക്ക്? നിങ്ങളും ഇതുപോലെ തന്നെ വുഡൻ ബ്ലോക്സ് വെച്ച് ഗെയിം കളിച്ച് നോക്കൂ. ആരാണ് ഹയസ്റ്റ് സ്റ്റാക്ക് ഉണ്ടാക്കിയത്, ഏറ്റവും ഉയരത്തിൽ ഉണ്ടാക്കിയത് എന്ന് പറയുകയും വേണേ. റൈറ്റ് ദ നെയിംസ് ഓഫ് സം ഒബ്ജക്ട്സ് ഷേപ്ഡ് ലൈക്ക് റെക്റ്റാങ്കുലർ ബ്ലോക്സ് ആൻഡ് ബോൾസ്. റെക്റ്റാങ്കുലർ ബ്ലോക്സിൻ്റെ ഷേപ്സിലും അതുപോലെ തന്നെ ബോൾസിൻ്റെ ഷേപ്സിലുള്ള ഏതാനും നിങ്ങൾക്ക് പരിചയമുള്ള മറ്റ് ഷേപ്സ് എഴുതി ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം റെക്റ്റാങ്കുലർ ബ്ലോക്സ് നോക്കാം. ബ്രിക്സ് അല്ലെ, ഇഷ്ടിക റെക്റ്റാങ്കുലർ ബ്ലോക്കാണ്. അതുപോലെ വുഡൻ ബ്ലോക്ക്, മരക്കട്ട ഒരു റെക്റ്റാങ്കുലർ ബ്ലോക്കാണ്. പിന്നെ നമ്മുടെ മൊബൈൽ ഫോൺ ഒരു റെക്റ്റാങ്കുലർ ബ്ലോക്ക് അല്ലേ. ഇനി ബോൾസിൻ്റെ ഷേപ്പിൽ ഏതൊക്കെയാണ്? നമ്മുടെ ബോള്, ഫുട്ബോള്, അതുപോലെ തന്നെ ബൾബ്, ഇതെല്ലാം എന്താണ്? ബോളിൻ്റെ ഷേപ്പാണ്. ഈ ബോളിൻ്റെ ഷേപ്പിന് നമ്മൾ പറയുന്ന പേരാണെന്ത്? സ്പിയർ. നോക്കിക്കേ, സ്പെല്ലിംഗ് നോക്കിക്കേ, SPHERE, സ്പിയർ എന്നാണ് പറയുന്നത്. വെജിറ്റബിൾ പ്രിൻറ്റിംഗ്.
വിധു മെയ്ഡ് എ വെജിറ്റബിൾ പ്രിൻറ്റഡ് ടേബിൾ ക്ലോത്ത് ഫോർ ദ വർക്ക് എക്സ്പീരിയൻസ് കോൺടെസ്റ്റ്. വിധു ഉണ്ടാക്കിയ വെജിറ്റബിൾ പ്രിൻറ്റിംഗ് ടേബിൾ ക്ലോത്ത് നോക്കിക്കേ. ഹി യൂസ്ഡ് ഓക്ര, ക്യാരറ്റ്, പൊട്ടാറ്റോ ആൻഡ് ഓണിയൻസ് ടു മേക്ക് ഇറ്റ്. അവന് നമ്മുടെ വെണ്ടയ്ക്കയും ക്യാരറ്റും പൊട്ടാറ്റോയും പിന്നെ ഉള്ളിയും വെച്ചിട്ടാണ് ഈ വെജിറ്റബിൾ പ്രിൻറ്റിങ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതായത് വെജിറ്റബിൾ കട്ട് ചെയ്ത് ആ കട്ട് ചെയ്ത പോർഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു, പെയിൻറ്റിൽ മുക്കിയിട്ട് അത് വെച്ചിട്ടാണ് വെജിറ്റബിൾ പ്രിൻറ്റിങ് ഉണ്ടാക്കിയിട്ടുള്ളത്. ക്യാൻ യു ടു മേക്ക് സച്ച് പ്രിൻറ്റ്സ്? നിങ്ങൾക്കും ഇതുപോലെയുള്ള വെജിറ്റബിൾ പ്രിൻറ്റ്സ് ഉണ്ടാക്കാൻ പറ്റുമോ? ഒന്ന് ശ്രമിച്ചു നോക്കണേ. ഇവാലുവേഷൻ ആക്ടിവിറ്റീസ്. Question 1. Look at the pictures on page 7. Which picture do you like the most? പേജ് 7ലുള്ള പിക്ചർ നോക്കിക്കേ, ഇതായിരുന്നു. ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പിക്ചർ ഏതാണെന്ന് ഇവിടെ എഴുതി കൊടുക്കുക. വാട്ട് ഷേപ്സ് ആർ ദെയർ ഇൻ ദ പിക്ചർ? ഈ പിക്ചറിലുള്ള ഷേപ്സ് ഏതൊക്കെയാണ്? ട്രയാങ്കിൾ, റെക്റ്റാങ്കിൾ, സർക്കിൾ. Question 2. Joining shapes. Use rectangles and triangles and circles to draw any picture you like. ട്രയാങ്കിൾസും റെക്റ്റാങ്കിൾസും സർക്കിൾസും വെച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പിക്ചർ വരച്ചു കൊടുത്തേ. ഞാൻ വരച്ച ചിത്രം നോക്കിക്കേ, ഒരു വീടിൻ്റെ ചിത്രമാണ്. ഇഷ്ടമായോ? Question 3. Color the picture below and make it pretty. താഴെ തന്നിട്ടുള്ള ചിത്രങ്ങളെ നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല മനോഹരമായ നിറം കൊടുത്ത് ഭംഗിയാക്കി നോക്കൂ. അപ്പോൾ ഇത്രയും ആക്ടിവിറ്റീസാണ് നിങ്ങൾക്ക് ലെറ്റ്സ് ഡ്രോ എന്ന ചാപ്റ്ററിൽ ചെയ്യാനായിട്ടുള്ളത്. ചെയ്ത ആക്ടിവിറ്റീസ് എല്ലാം മക്കൾക്ക് മനസ്സിലായോ? അതുപോലെ തന്നെ നമ്മൾ പഠിച്ച ഷേപ്സ് ഏതൊക്കെയാണ്? ട്രയാങ്കിൾ, റെക്റ്റാങ്കിൾ, സർക്കിൾ. മറന്നു പോവരുതേ. 3ാം ക്ലാസ്സിലെ മറ്റ് വീഡിയോകൾ നമ്മൾ വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ആ വീഡിയോ കിട്ടുന്നതിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ ബട്ടൺ പ്രസ് ചെയ്ത് വെക്കൂ. അപ്പോൾ ശരി, അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്